ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്നാലെ അഴിമതി തടയാൻ ഓപ്പറേഷൻ സീറോ പ്രോജക്ട് പ്രഖ്യാപിച്ച് ആഭ്യന്തര വകുപ്പ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഓഫീസുകളിൽ നിരീക്ഷണം നടത്തുന്ന പദ്ധതി വിജിലൻസ് തയ്യാറാക്കി. അഴിമതിരഹിത സംസ്ഥാനം എന്നതാണ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി വിജിലൻസ് ആസ്ഥാനത്തുമെത്തി. SP റാങ്കിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം അഴിമതിരഹിത കേരളത്തിനായി തയ്യാറാക്കിയ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. സീറോ പ്രോജക്ട്. അഴിമതിക്കാരെ പിടികൂടാനുള്ള നിരന്തര പരിശോധനകൾക്കൊപ്പം തന്നെ അഴിമതി നടക്കുന്നതിന് മുമ്പേ തടയുകയാണ് സീറോ പ്രോജക്ടിന്റെ ലക്ഷ്യം. AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുവെന്നതാണ് പ്രത്യേകത. സർക്കാർ ഓഫീസുകളെ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിരീക്ഷണത്തിലാക്കും. ഇതോടെ കൈക്കൂലി വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഫയലുകൾ വൈകിപ്പിക്കുന്നതടക്കം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് ജനങ്ങളുടെ സഹകരണം കൂടി ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥനെയും ഞങ്ങൾ വെറുതെ വിടില്ല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണെങ്കിലും അവരുടെ പിന്നാലെ അവരെ ബ്യൂറോ നിരീക്ഷിക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ പ്രോസിക്യൂഷൻ അനുമതി വൈകുന്നതുൾപ്പെടെ പരിശോധിക്കാനും വിജിലൻസ് കേസുകൾ വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.